ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് സിമ്പിളായിട്ട് നമുക്ക് പാല് കൊണ്ട് ലഡു ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്ന് നമുക്ക് കണ്ടാലോ. അപ്പോൾ അതിന് വേണ്ടി ഒരു കവർ പാലെടുത്തിട്ടുണ്ട്. ഞാൻ കണ്ടല്ലോ, പാലെടുത്തിട്ടുണ്ട്. കുറച്ച് പഞ്ചസാര ഏലക്കായ ഇട്ട് പൊടിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ തോലെടുത്തിട്ടില്ല, ഒരു മാത്രം. പിന്നെ കുറച്ച് നെയ്യ്, പിന്നെ ചെറുനാരങ്ങ. ഇത്രയും വെച്ചിട്ടാണ് ഞാനത് സിമ്പിളായിട്ട് ഉണ്ടാക്കുക. ഇത്രയും സാധനങ്ങളെ കൊണ്ട്. അപ്പോൾ നമുക്കത് വേഗം ഉണ്ടാക്കാം. പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി അത് പിന്നെ വേണ്ടതാണല്ലോ, ലഡുവിന് പിന്നെ അത് പറഞ്ഞതാണല്ലോ, അതുകൊണ്ട് അതും കൂടിയുണ്ട്. അതും കൂടിയുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് നമ്മളെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ ഗൈസ്. പെട്ടെന്ന് നമുക്കൊരു ലഡു തിന്നണം തോന്നിക്കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ പറ്റിയതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം ഞാൻ ഗ്യാസ് കത്തിക്കട്ടെ. അപ്പം ഗ്യാസ് കത്തിക്കുന്നുണ്ട്. പാന് വെച്ചിട്ടുണ്ട്. അപ്പോൾ പാൽ അതിലേക്ക് ഒഴിച്ച് കൊടുക്കട്ടെ. ഒരു കവറ് പാലാണ് എടുക്കുന്നത്. ഒരു കവറ് പാൽ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് തിളച്ച് വരട്ടെ. എന്നിട്ട് വേണം നമുക്ക് അടുത്ത പരിപാടി നോക്കാം. അപ്പം നമ്മളെ പാൽ ഏകദേശം തിളച്ച് വരാനായി ഗൈസ്. നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇപ്പം അടുത്ത് തന്നെ തിളച്ച് വരും. തിളച്ച് വരുമ്പം നമുക്ക് ചെയ്യേണ്ട പരിപാടിയാണ് ചെറുനാരങ്ങ അതിലേക്ക് പിഴിഞ്ഞ് കൊടുക്കും. തിളച്ച് വരുന്നുണ്ട്. ഇത്രയും ചെറുനാരങ്ങയാണ് ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പം എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കും. അധികം ചെറുനാരങ്ങ വെച്ചാൽ ആ ചെറുനാരങ്ങേൻ്റെ ആ ഒരു കുത്തലുണ്ടാവും നമുക്ക്. അതുകൊണ്ട് അധികം ഒഴിക്കണ്ട. കുറച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ തന്നെ ഇതൊന്ന് പിരിഞ്ഞ് വരും. പെട്ടെന്ന് തന്നെ പിരിഞ്ഞ് വരും ഇത്. ആയി വരുന്നുണ്ട് കണ്ട. അപ്പം നല്ലോണം ഇതിങ്ങനെ പിരിഞ്ഞ് വന്ന് നല്ല കണ്ടീഷനായി വന്നിട്ടാകുമ്പോഴാണ് നമ്മളിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കേണ്ടത്. പിരിഞ്ഞ് വരുന്നുണ്ട് കണ്ട. ഒരുപാട് നാരങ്ങ പിഴിയാൻ പാടില്ലേ. ഒരുപാട് നാരങ്ങ പിഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു വല്ലാത്ത നാരങ്ങേൻ്റെ ചൊയ്യ തന്നെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതാണ് ഞാൻ അധികം പിഴിയാണ്ട് ഒരു മുറി കണ്ട, ഒരു മുറിയാണ് എടുത്തിട്ടുള്ളത്. ഒരു മുറി ഇത് ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട് കണ്ട. അത്രയും മതി. അപ്പോൾ ഇതൊന്ന് കണ്ടീഷനായിട്ട് ഇതേപോലെ ഇങ്ങനെ ഇതായിട്ട് വരും. അപ്പം അങ്ങനെ വന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. തിളച്ച് മറിയുന്ന നോക്കണേ ഗൈസ്. ഇതാ ഗൈസ് കണ്ടല്ലോ, ഇങ്ങനെ വെള്ളം പോലെയായി വന്നില്ലേ. ഇപ്പോൾ കുറച്ച് നേരം ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെയാവും. അപ്പം ഇനി ഈ വെള്ളമൊന്നും ഇതിൽ വറ്റി വരണം. എന്നിട്ട് വേണം നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാൻ. കുറച്ചൊന്ന് വറ്റി വരുമ്പോൾ നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുത്തോണ്ടിരുന്നോളൂ, വേറെ ഒന്നും ചെയ്യണ്ട. വെള്ളം വറ്റി വന്നോളൂ. പാലും നാരങ്ങ നീരുമായിട്ടുള്ള ഇത് കൊണ്ട് കണ്ട ഇങ്ങനെയായിട്ട് വന്നു. ഇതാണ് പരിപാടി. ഇനി ഞാനിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര ഇതും എല്ലാം കൂടി അതിന് പിടിച്ചോളുമല്ലോ.
അത് ഞാൻ മൂടിയിലുള്ള ഇട്ട് കൊടുക്കുന്നത്. മൂടിയിലെല്ലാം ഞാൻ പഞ്ചസാര പൊടിച്ചരിങ്ങനെയെല്ലാം പറ്റിപ്പിടിച്ച് നിന്നിട്ടുണ്ടായിരുന്നല്ലോ, അതിനെ ഒന്ന് എടുത്തിരുന്നതാണ്. മധുരം നോക്കിയിട്ട് ഇനി നമുക്കിടാം. ഇതിലേക്ക് ഇട്ടിട്ടുണ്ടേ, നമുക്കൊന്ന് നോക്കാം മധുരം എങ്ങനെയുണ്ട്. ആവശ്യത്തിനുള്ള മധുരമുണ്ട്. അപ്പോൾ ഇതൊന്ന് കുറുകി വരണം ഗൈസ്. കുറുകി വന്നിട്ടാകുമ്പോൾ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഗൈസ് ഇനി ഏകദേശം വെള്ളം വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ലഡുവിൻ്റെ ഒരു കളറ് വേണ്ടിക്കൽ കുറച്ചൊന്ന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ നമുക്കൊരു ലഡുവിൻ്റെതായിട്ടുള്ള ഒരു ഫീൽ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇനി ലൈറ്റായിട്ടൊന്ന് ആക്കി കൊടുത്തു. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കണം. വറ്റി വന്ന് കണ്ട നല്ല ശരിക്ക് വറ്റണം. ഇത് കുറച്ചും കൂടി ഉണ്ട് ഇതിൻ്റെ അകത്ത്, അതും കൂടി ഒന്ന് ക്ലിയറായി വരണം. ക്ലിയറായി വരുമ്പം വേണം നമുക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ആയിട്ടില്ല, ലേശം കൂടി ബാക്കിയുണ്ട്. അതും കൂടി ആയിട്ട് നമുക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇനി ഞാൻ ഇതിൻ്റെ അകത്തേക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി കുറച്ച് നെയ്യിലൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ടായി. അപ്പം അതിനെയും കൂടി ഇതിൻ്റെ അകത്തേക്കൊന്ന് ഇട്ട് കൊടുക്കട്ടെ. എന്നിട്ടെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യട്ടെ. ഏകദേശം വറ്റി വന്നു. എന്നിട്ട് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കട്ടെ. അപ്പോൾ ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും ഒഴിക്കുന്നില്ല, കുറച്ച് മാത്രം. പിന്നെ നെയ്യിൻ്റെ ഒരു രുചിക്ക്. എന്നിട്ടെല്ലാം കൂടി ഒന്ന് ഇളക്കട്ടെ. നെയ്യ് ഒഴിച്ച് നല്ല കണ്ടീഷനായിട്ട് ഇളക്കി ക്ലിയറാക്കട്ടെ. അപ്പോൾ നെയ്യിലും കൂടി അങ്ങനെ വഴന്ന് വന്ന് നമുക്ക് എന്നിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റണം. എന്നിട്ട് ചെറിയ ചൂടോടെയാണ് നമുക്കിത് ഉരുട്ടിയെടുക്കേണ്ടത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള പാൽ ലഡു ഇതായിട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും. എല്ലാവർക്കും എത്രയാണ് വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് പാലെടുക്കാം. ഞാനിപ്പോൾ ഇത്രയേ ആക്കുന്നുള്ളൂ. ഒരു പാക്കറ്റ് പാലിനെ കൊണ്ട് ഇത് ഇത്രയാണുള്ളത്. അത് എത്ര ഉണ്ടാവുമെന്ന് നമുക്ക് നോക്കാം ലഡുവിൻ്റെ ഉരുട്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതാ പാകത്തിനായി ഞാൻ ഗ്യാസ് ഓഫാക്കുന്നതാണ്. പ്ലേറ്റിലേക്ക് മാറ്റാം. പ്ലേറ്റിലേക്കിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഗൈസ് എല്ലാം വാങ്ങിയിട്ടിട്ടുണ്ട്. ഇനി ഞാൻ ഉരുട്ടട്ടെ. അപ്പോൾ ഇതാ ഗൈസ് എൻ്റെ പാൽ ലഡു ഇതെവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്, ഒരു പാക്കറ്റ് പാൽ കൊണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.